വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. Would you be free from your burden of sin? There is power in the blood, power in the blood. Would you over evil a victory win? There is wonderful power in the blood. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Would you be free from your pressure and care? There is power in the blood, power in the blood. Come for a cleansing to Calvary's side. There is wonderful power in the blood. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood of the Lamb. Would you be white as much whiter than snow? There is power in the blood, power in the blood. Sins came to lose in His life-giving flow. There is wonderful power in the blood. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. ശുദ്ധി ചെയ്യാം യേശുരക്തത്താൽ, ശുദ്ധിയുള്ള രക്തത്താൽ കഴുകിടാം നമ്മൾ പാപത്തെ. ശുദ്ധിയുള്ള രക്തത്താൽ ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് കടന്നു വന്നിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അനുഗ്രഹീതമായ ഒരു അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. 39 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സ്വന്തം ജീവിത അനുഭവം ഇങ്ങനെ ദൈവജനത്തോട് പറയുകയാണ്. ഞാൻ ഉരിയാടാതെ ഊമനായി പോയിരുന്നു. എൻ്റെ ഉള്ളിലിങ്ങനെ സങ്കടം പൊങ്ങി വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ സങ്കടകരമായ ഒരു അനുഭവം വരുമ്പോൾ
നമുക്ക് പിന്നെ മിണ്ടാൻ സാധിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലുകളിൽ പ്രിയപ്പെട്ടവർ വളരെ മാരകമായ ചില ഓപ്പറേഷൻ വിധേയരാകുമ്പോൾ പുറത്തു നിൽക്കുന്നതായ ബന്ധുമിത്രാദികൾ വളരെ നിശബ്ദരായി അവർ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ല, നാം ഒരു മരണ വീട്ടിൽ കടന്നു ചെന്നാൽ ആ വീടിനോട് ബന്ധപ്പെട്ടവർ അവർ വേറെ എന്തെങ്കിലും സംസാരിക്കുമോ? നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. സങ്കീർത്തനക്കാരൻ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിലെ തീ കെട്ടുപോയ അനുഭവം, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനങ്ങളെ കേൾക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും. എന്നാൽ നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കത്തുന്നുണ്ടോ എന്ന്. 115 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് തന്നെ പറയും, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ മരിച്ച ഒരു മനുഷ്യനിൽ നിന്ന്, ഉള്ളിൽ നിന്ന് തീയില്ല, ധ്യാനത്തിങ്കൽ തീ കത്തുന്നില്ല. പണ്ട് കത്തിക്കൊണ്ടിരുന്നു, ഒരു വിളക്ക് കത്തിച്ചു വച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആ വിളക്ക് കത്തുന്നില്ല. പഴയ നിയമത്തിൽ പറയും, ആലയത്തെക്കുറിച്ചുള്ളതായ പ്രമാണത്തിൽ പറയും, ആലയത്തിൽ ദീപം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്ന്. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അത് 24 മണിക്കൂറിൽ ഒരു സമയത്ത് പോലും അണയാൻ പാടില്ല. അത് ദൈവാലയത്തിൽ കാവൽ നിൽക്കുന്നവര് വളരെ സൂക്ഷിച്ച് ആ ദീപം കത്തുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണമെന്നായിരുന്നു പ്രമാണം. അതിനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന് 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ തെസ്സലോനിക്കരോട് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും ഈ തീ കത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷമുണ്ടായിരിക്കണം. അതെങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുന്നത്? സങ്കീർത്തനക്കാരൻ തൊട്ട് മുമ്പിലത്തെ അധ്യായത്തിൽ 38-ാം സങ്കീർത്തനം മുഴുവൻ ദാവീദിരുന്ന് ഞരങ്ങി കരയുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, 38-ാം സങ്കീർത്തനം ഞാൻ ചില കാലങ്ങളിൽ ഇരുന്ന് സങ്കടത്തോടെ വായിച്ചിട്ടുണ്ട്. കാരണം ഉള്ളിൽ ആത്മാവ് ഞരങ്ങുമ്പോൾ, ദൈവ സാന്നിധ്യം കിട്ടാതെ വരുമ്പോൾ, കർത്താവേ നീ ദുഃഖിച്ചു പോയല്ലോ എന്നോർത്ത് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ 38-ാം സങ്കീർത്തനം വായിക്കാറുണ്ട്, 102-ാം സങ്കീർത്തനം വായിക്കാറുണ്ട്, 31-ാം സങ്കീർത്തനം വായിക്കാറുണ്ട്. 31-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയും, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ മൺപാത്രം പോലെയായിരിക്കുന്നു. ഉടഞ്ഞുപോയി, ഉടഞ്ഞ മൺപാത്രം പോലെ. 38-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 8-ാം വാക്യം മുതൽ, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഹൃദയത്തിൻ്റെ ഞരക്കങ്ങൾ ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്നില്ല എന്ന് ദാവീദ് ഒറ്റയ്ക്കിരുന്ന് സങ്കടത്തോടെ ഹൃദയം പകരുമ്പോൾ ഞരക്കം ആരും കേൾക്കുന്നില്ല, പക്ഷേ അത് ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. ഒരവസരത്തിൽ ഞാൻ പ്രാർത്ഥനാമുറിയിൽ മുട്ടിന്മേലിരുന്ന് കുറേ സമയം കരഞ്ഞു. അത് കഴിഞ്ഞ് മുട്ട് മടങ്ങിയിരിക്കുന്നതിൻ്റെ വേദന കൊണ്ട് കുറച്ച് നേരം എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് മുറിയിലെ ജനാലയിലെ ആ ഭിത്തിയിലേക്ക് മുഖമമർത്തി നിന്നുകൊണ്ട് പിന്നെയും കരഞ്ഞു. ഹിസ്കിയ രാജാവിനോട് പ്രവാചകൻ എന്ന് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയ രാജാവ് മുഖം ഭിത്തിയിലേക്ക് അമർത്തി നിന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആകമാനമുള്ള ജീവിതം എന്താണ്? അത് കഷ്ടവും സങ്കടവും നിറഞ്ഞതാണ്. കണ്ണുനീർ തുള്ളി എന്നുള്ളത് ഒരു വിലാപകാവ്യമുണ്ട്, വൈലോപ്പിള്ളി എഴുതിയത്.
ഉരുക്കിടുന്നു മിഴുനീരിലിട്ട് മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകർത്താം ഹൃദയത്തിയേതോ മേൽത്തരം പണിത്തരത്തിന് ഉപയുക്തമാക്കുവാൻ ഉരുക്കിടുന്നു മിഴുനീരിലിട്ട്. ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് കണ്ണുനീരാണെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ അങ്ങ് തെക്ക് നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു. അവിടുത്തെ മകനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വെച്ച്. ഭാര്യയെ ഇട്ടിട്ട് പോയി. അപ്പൻ 30 കൊല്ലം ഗൾഫിൽ സമ്പാദിച്ച പണമെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കെടുതികൾ ഇങ്ങനെ അടിച്ചു വരികയാണ്. ഒന്നു മാറി ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്ത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നെ ദൈവം കാണുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 37 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്ത് ആ ശവശരീരം വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. എൻ്റെ അമ്മയും പെങ്ങന്മാരും നെഞ്ചത്തടിച്ച് ആ ശവശരീരത്തിലേക്ക് വീണ്. അമ്മയ്ക്ക് ഭർത്താവാണ്, പെങ്ങന്മാർക്ക് അച്ഛനാണ്. ഏങ്ങലടിച്ച് കരയുന്നൊരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറയുന്ന 16 വയസ്സുകാരൻ, എനിക്ക് കരയാൻ പോലും കണ്ണുനീരില്ല. കാരണം ഞാൻ താന്തോന്നിയായിരുന്നു. പറഞ്ഞു വന്നത്, അന്ന് ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളെ സ്നേഹമായിരുന്നുവെങ്കിലും പിന്നെ പല്ലും അകന്നകന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു കുടുംബത്തിൻ്റെ ബാധ്യത ആരേറ്റെടുക്കും? എല്ലാവർക്കും കുടുംബവും മക്കളും ഒക്കെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെയും ബാധ്യത ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. അവർക്ക് അവരുടേതായ ആവശ്യങ്ങളും സ്വകാര്യതകളും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ നിത്യനായൊരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവത്തെ കണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുമോ? ഈ അവസ്ഥ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ? ദാവീദ് പറയുന്നു, എൻ്റെ നെഞ്ചിടിക്കുന്നു. ഉണ്ടോ നെഞ്ചിങ്ങനെ പെരുമ്പറ കൊട്ടുന്നത് പോലെ? പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ നെഞ്ചിൻ്റെ ഇടിപ്പ് എനിക്ക് കേൾക്കാം. എന്നെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, ആകെ തല ചുറ്റുന്നത് പോലെ. എങ്ങനെ മുന്നോട്ട്? എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്ക് ഇല്ലാതെയായിരിക്കുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ എന്ന് പറയില്ലേ? പ്രിയപ്പെട്ടവരെ, പ്ലേറ്റിൽ ആഹാരം കൊണ്ടുവന്ന് വെച്ചു. അവിടെ അത് പുട്ടും കടലയോ ചോറോ കറികളൊന്നുമല്ല. പ്ലേറ്റ് മുഴുവൻ തീക്കട്ടയാണ്, കനൽ തീക്കട്ട. ഞാൻ തീ തിന്നുന്നു എന്ന് ആളുകൾ സാധാരണ രീതിയിൽ പറയില്ലേ? തീ തിന്നുന്നു. 42-ാം സംഗീതക്കാരൻ പറയും, രാവും പകലും കണ്ണുനീരൻ്റെ ആഹാരമായി തീർത്തിരിക്കുന്നു. ഈ വെള്ളം ശുദ്ധമായ വെള്ളം പോലെ കണ്ണുനീരാണിതിൽ. ഈ കണ്ണുനീരാണ് എൻ്റെ ആഹാരം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. അയ്യോ, എനിക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ സങ്കടം പൊങ്ങി വരുന്നു. ഞാൻ ഊമനായി പോകാൻ കാരണം എൻ്റെ പാപമാണ്. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങൾ കൊണ്ട് നമുക്ക് മൗനത വരും. പറഞ്ഞു വന്നല്ലോ, സങ്കടങ്ങൾ കൊണ്ട്. എന്നാൽ ഈ സങ്കടങ്ങൾ നാം ചുമക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും സന്തോഷിപ്പീനെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് തെസ്സലോനിക്കരോട് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിൻ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് 4-ാം അധ്യായം 4-ാം വാക്യം, ഫിലിപ്പി ലേഖനം, ശരീരം മുഴുവൻ വരഞ്ഞു കീറി, ശരീരം മുഴുവൻ ചോരപ്പാടുകളും കാലിൽ ചങ്ങലയുമായിട്ട് കിടക്കുമ്പോൾ, ദൈവസ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന്. കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും നിങ്ങളോട് പറയുകയാണ്. കർത്താവ് ഒരുവനടുത്തിരിക്കുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒരു വലിയ കെടുതി വന്നിരിക്കുന്നു, ഒരു വലിയ പ്രശ്നം വന്നിരിക്കുന്നു. മക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ സാധിക്കും?
എങ്ങനെ എൻ്റെ ഹൃദയം സമാധാനിക്കും? എൻ്റെ നെഞ്ചിടിപ്പ് എങ്ങനെ മാറും? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടുകൂടെ, കർത്താവേ, ഈ വന്നിരിക്കുന്നതായ ഈ ദുരിതത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഈ കഷ്ടതയ്ക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ തോൽവികൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഒരു പാട്ടുണ്ടല്ലോ, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി നന്ദി എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. എല്ലാ ഒറ്റപ്പെടുത്തലുകൾക്കും കർത്താവേ നന്ദി നന്ദി എന്നാണ് ദൈവത്തിൻ്റെ മക്കൾ പാടുന്നത്. 2020 പ്രാർത്ഥനാമുറി കടപ്പമുറിയാക്കി ആഹാരം കഴിക്കാൻ പോലും പറ്റാതെ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് കരഞ്ഞൊരു കാലമുണ്ട്. എനിക്കും, ഞങ്ങൾ അനേകരങ്ങനെ കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊച്ചുകുട്ടികൾ പോലും പുച്ഛിക്കുകയും വെറുപ്പോടെ നോക്കുകയും ചെയ്ത കാലങ്ങളുണ്ട്. അത് ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞതാണ് കേട്ടോ. ഇയ്യോബ് 29 പറഞ്ഞു, യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഓടി ഒളിക്കുന്നു, വൃദ്ധന്മാർ എന്നെ കാണുമ്പോൾ, എന്നിലും പ്രായമേറി എന്നെ കാണുമ്പോൾ വായു പൊത്തുന്നു ബഹുമാനം കൊണ്ട്. എന്നാൽ 30-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുകയാണ്, എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. ഇതെല്ലാം കാണാൻ ഞങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടായി എന്നാണ് പറയുന്നത്. ഇന്ന് സത്യത്തിൽ അതെല്ലാം ഓർക്കുമ്പോൾ നല്ല നിറപുഞ്ചിരിയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോരോ മേടുകളിലൂടെ ഓരോരോ ഇടർച്ചയും തളർച്ചയും എല്ലാം വന്നെങ്കിലും ഈ വഴികളിലൂടെ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ജോൺ വെസ്ലി, വാച്ച്മാനി എന്നുള്ള അനേകം ഭക്തരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ആരുടെയും ജീവിതം സുഗമമായിരുന്നില്ല. ജോൺ വെസ്ലി അമേരിക്കയിൽ വെച്ച് വലിയ സാമ്പത്തിക ആരോപണങ്ങൾ നേരിട്ടു. ഒന്നും ചെയ്തതല്ല. ജോൺ വെസ്ലിയുടെ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചു. ആ ഭാര്യയ്ക്ക് സുവിശേഷത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് ബുദ്ധിമുട്ടാണ്! സുവിശേഷകനായ ജോൺ വെസ്ലിക്ക് ഭാര്യയ്ക്ക് സുവിശേഷത്തോട് താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ആരെല്ലാം വളർന്നിട്ടുണ്ടോ, ആരെല്ലാം ഉയർന്നിട്ടുണ്ടോ, അവർക്കെല്ലാം ഒരു കാലമുണ്ട്. സൂര്യൻ മറഞ്ഞു പോകുന്ന കാലമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാം തീർന്നു തോന്നുന്നൊരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ ഞാൻ അനുഭവത്തോടെ പറയും, എൻ്റെ 22-ാമത്തെ വയസ്സിൽ അന്യജാതിയിൽ ജനിച്ച് എന്നെ വിളിച്ച് വേദനിച്ച് എൻ്റെ ജന്മം മുതൽ ഇന്ന് വരെ എന്നെ കാത്തു പരിപാലിച്ചൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ ബാധ കണ്ടവനെ പോലെ മാറി നിന്നാലും മാറി നിൽക്കാത്തൊരു ദൈവമുണ്ട്. അവൻ എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എനിക്കും പാടാൻ സാധിക്കും. കാൽവരി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മഹൽ സ്നേഹമേ, പൊന്നുമാർവീലണ ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാർവീലണ ചീടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു മനുഷ്യനെ മാറോട് ചേർത്ത് പിടിക്കുന്നു എന്ന്, യേശുക്രിസ്തു ഒരു മനുഷ്യനെ കണ്ണുനീരൊപ്പി തരുന്നു എന്ന് പോരെ? എപ്പോഴും സന്തോഷിക്കാം. എന്നൊരു കാര്യം ചെയ്യാം, ഇടവിടാതെ പ്രാർത്ഥിക്കാം. ഇടതടവില്ലാതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ ജോലി ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്നു, രാത്രി ഉറങ്ങുന്നു. പക്ഷേ ആ കാര്യത്തിന് വേണ്ടി യേശുവിൻ്റെ കാൽപാദത്തിൽ പിടിവിടുന്നില്ല. എപ്പോഴും കുരിശിൻ്റെ ചുവട്ടിലാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും, ആദ്യം പറഞ്ഞല്ലോ, എല്ലാറ്റിനും നാഥ നന്ദി 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 എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 3 അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ ദീപം കത്തിക്കൊണ്ടിരിക്കും. സംഗീതനക്കാരൻ പറയുകയാണ്, എൻ്റെ സങ്കടം പൊങ്ങി വന്നപ്പോൾ ഞാൻ ഊമനായിപ്പോയി. ദാവീദ് ബേത്ലഹേം മലഞ്ചെരിവിലൂടെ ഒരു മിണ്ടാട്ടം മുട്ടിപ്പോയി കാണില്ലേ? അപ്പനും ചേട്ടന്മാരും എല്ലാവരും ഈ യാഗത്തിന് പോയി, എന്നെ വിളിച്ചില്ല. ഒരു സങ്കടം, പരാതിയല്ല, ഒരു സങ്കടം. പ്രിയപ്പെട്ടവരെ, സങ്കടം എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. സങ്കടം, അനേക മനുഷ്യഹൃദയങ്ങൾ സങ്കടത്തിലാണ്. സങ്കടം വരുമ്പോൾ നമ്മുടെ വായടഞ്ഞു പോകും. അന്ന് ഏലി പുരോഹിതന്റെ കാലത്ത് ഹന്ന ദൈവാലയത്തിൽ ചെന്നു.
എന്തൊക്കെയോ പറയണമെന്നും പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ ചുണ്ടിങ്ങനെ പയ്യെ ചലിക്കുന്നതേ ഉള്ളൂ. ഹൃദയം പകർന്നുള്ളതായ പ്രാർത്ഥന, സ്തോത്രം, ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ തീ ഇറങ്ങിക്കത്തും. 2, സംഗീതകാരൻ പറഞ്ഞു, ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം അതല്ല, എനിക്കെല്ലാം ഉണ്ട്, എല്ലാം ആട്ടിടയനായി എന്നെ ദൈവം വിളിച്ച് രാജാവാക്കി, സേവകരെ തന്നു, ദാസിദാസന്മാരെ തന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചിരിക്കുന്നു, ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു. വേദോസം പറയും, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം, പക്ഷേ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താലോ? അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൃപയുടെ കാലത്ത് അതും കർത്താവ് ക്ഷമിച്ചു തരാമെന്നാണ് പറയുന്നത്. നാം ചെയ്യുന്ന ഏത് പാപവും ദൈവത്തിനെതിരായിട്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം, വീണ്ടെടുക്കപ്പെട്ടവർ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവർ, പുതിയ തീരുമാനങ്ങൾ എടുത്തവർ, അവർ ദൈവസന്നിധിയിൽ വാക്ക് പറഞ്ഞ ശേഷം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും തെറ്റിലേക്ക് പോകുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാകുന്നു. അത് വന്നാൽ പിന്നെ ഹൃദയം കല്ലിച്ചു പോകും, പിന്നെ തകർച്ച കിട്ടുകയില്ല. ദാവീദ് 1 കൊല്ലക്കാലം തകർച്ചയില്ലാത്തവനായിരുന്നു. 2 ശമൂവേൽ 11 അവസാനത്തെ വാക്യം, എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ദ ഗോഡ് വാസ് ഡിസ്പ്ലീസ്ഡ് ഓൺ ഡേവിഡ്. ദാവീദിന് ദൈവത്തിന്റെ മുഖം കിട്ടാത്ത കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്നാൽ അങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ വചനം നാഥാൻ പ്രവാചകന നാവിലൂടെ ദാവീദിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ നേരെയും ദൈവത്തിന്റെ സ്നേഹം വില ചൂണ്ടിക്കൊണ്ട് പറയട്ടെ, ആ മനുഷ്യൻ നീ തന്നെ. ആ വാളുപോലെ വെട്ടുന്ന ദൈവത്തിന്റെ വചനം ദാവീദിന്റെ ഹൃദയത്തെ തകർത്തു. ദാവീദ് നെടുമ്പാട് വീണു. ദാവീദ് ഇപ്പോൾ പറയുകയാണ്, അയ്യോ, എൻ്റെ ആ കാലങ്ങളെ ഞാൻ എങ്ങനെ വർണ്ണിക്കും, ഞാൻ എങ്ങനെ പറയും. ദാവീദ് എന്നിട്ട് നമുക്കെല്ലാം വേണ്ടി എഴുതി വെച്ച് തന്നിരിക്കുകയാണ്. അറിഞ്ഞ് പാപം ചെയ്തിട്ടും പാപം ഏറ്റുപറയാതിരിക്കുന്നവരെ നോക്കി, പാപം ഏറ്റുപറയാൻ മടിക്കുന്നവരെ നോക്കി, നാളുകളായി ദൈവസ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടും അതെന്താണെന്ന് മനസ്സിലാകാത്തവരെ നോക്കി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന് മുഖാന്തരം സംസാരിച്ച 32 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ മിണ്ടിയില്ല, അപ്പോഴുണ്ട് മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നത് പോലെ, എൻ്റെ ബലം കെട്ടുപോകുന്നത് പോലെ, എനിക്കൊന്നിനും സാധിക്കുന്നില്ല, പ്രാഞ്ചി പ്രാഞ്ചി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാജ്യകാര്യങ്ങൾ ഒരു എന്താ പറയുന്ന മെക്കാനിക്കലായി യാന്ത്രികമായി ചെയ്തു പോകുന്നു, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ദുഃഖിക്കുന്നൊരു കാര്യം വന്നാൽ ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ ഭാരമായിട്ടിരിക്കും. ഒരു ചൈതന്യവും ഉത്സാഹവും ഇല്ലാത്ത ഒരു മടുത്ത ഹൃദയവുമായി നടക്കേണ്ടി വരും. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താലെന്ന പോലെ വറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് അങ്ങനെയായിരുന്നില്ല. എൻ്റെ മജ്ജയിലൂടെയും എൻ്റെ ഹൃദയത്തിലൂടെയും എല്ലാം ദൈവസ്നേഹം ഇങ്ങനെ തീപ്പൊരിയായി കത്തിരുന്ന കാലങ്ങൾ, വെറുതെ ഇരിക്കുമ്പോഴും ചുണ്ടിങ്ങനെ ചലിച്ച് ഹാലലുയ്യ ഹാലലുയ്യ എന്ന് പറഞ്ഞ കാലങ്ങൾ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞതായ കാലങ്ങൾ, കൂട്ടായ്മയിലേക്ക് വരുമ്പോഴും ഹൃദയം തുള്ളിച്ചാടിയ കാലങ്ങൾ, ദൈവമക്കളെ കാണുമ്പോൾ ഹൃദയ ആർദ്രമായ കാലങ്ങൾ, വേദനിക്കുന്നവർ വേദനയെ ചേർന്ന് ഇരുന്ന കാലങ്ങൾ, പ്രാർത്ഥിക്കാൻ ഓടിപ്പോയി മുട്ടുകുത്തിയിരുന്ന കാലങ്ങൾ, സിനിമയും സീരിയലും യൂട്യൂബെല്ലാം അറപ്പും വെറുപ്പുമായിരുന്ന കാലങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് അനേകം പുഴകളും ഡാമുകളും വറ്റി വരേണ്ടതുപോലെ എൻ്റെ ഹൃദയം മരുഭൂമി പോലെ ആയിരിക്കുന്നു. എൻ്റെ മജ്ജയിൽ ചൈതന്യമില്ല. എന്നാൽ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദാവീദ് തീരുമാനിച്ചു, ഇനി ഞാൻ രാജാവാണെന്ന് ഓർക്കുന്നില്ല, എനിക്ക് എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കിട്ടണം, എനിക്ക് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടണം, കർത്താവ് എന്നെ നോക്കി ദുഃഖിക്കുന്നത് എനിക്ക് മാറിക്കിട്ടണം. ഞാനിതാ ദൈവസന്നിധിയിലേക്ക് ഓടി വരികയാണ്. കർത്താവേ, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊള്ളാം. അന്ന് ദാവീദ് നാഥാൻ പ്രവാചകന് മുമ്പിൽ നെടുമ്പാട് വീണിട്ട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏറ്റു പറയുമെന്ന് തീരുമാനം എടുത്തപ്പോൾ മുതൽ ധ്യാനത്തിങ്കൽ തീ കത്താൻ തുടങ്ങി.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തീയില്ലാതെ സാക്ഷ്യം പറയല്ലേ, തീയില്ലാതെ പാട്ട് പാടല്ലേ, തീയില്ലാതെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയല്ലേ, ദൈവത്തിൻ്റെ സ്തോത്രം. തീയില്ലാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കല്ലേ. അത് അപകടമാണ്, അപകടമാണ്. അപകടം വിളിച്ചു വരുത്തല്ലേ. നിങ്ങളിൽ തീയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് അശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു അപ്പനോ അമ്മയോ ആയിട്ട് മാറും. ദാവീദ് സ്വന്തം കുടുംബത്തിലേക്ക് പിശാചിന് വാതിൽ തുറന്നു കൊടുത്ത അപ്പനായി പോയില്ലേ? ദാവീദ് രഹസ്യമായി വ്യഭിചാരം ചെയ്തു, എന്നാൽ ദാവീദിന്റെ മക്കൾ പരസ്യമായി വ്യഭിചാരം ചെയ്തില്ലേ? ദാവീദ് രഹസ്യമായി ഒരാളെ കൊന്നു. ദാവീദിന്റെ കൊട്ടാരത്തിൽ എല്ലാവരും അറിയത്തക്കെ ഒരു മകനെ അടിച്ചു കൊന്നില്ലേ? ഭയപ്പെടുക. അതുകൊണ്ട് 4-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ദാവീദ് ഞെട്ടലോടെ നമുക്ക് പറഞ്ഞു തരികയാണ്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്തോത്രം. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇതാ ഈ സമയത്ത് ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് ഓടി വരുന്നു. എൻ്റെ യേശുവേ, എന്നെ കഴുകുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അരികിലേക്ക് ഞാനിതാ ഓടി വരുന്നു. എൻ്റെ ഉള്ളത്തിൽ സങ്കടം പൊങ്ങി വരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അറിയുന്നുണ്ട്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നുണ്ട്. എനിക്കൊരു ദൈവ സാന്നിധ്യം മടങ്ങി വരുന്നുണ്ട്. മറഞ്ഞിരുന്ന നിന്റെ മുഖം കാർമേഘം മാറി സൂര്യൻ വരുന്നത് പോലെ എൻ്റെ അടുത്തേക്ക് ദൈവപ്രകാശം വരുന്നുണ്ടല്ലോ. എൻ്റെ അപ്പാ, എനിക്കത് മതി കർത്താവേ. യേശുവേ, എനിക്ക് ആ സാന്നിധ്യം മതി യേശുവേ. ഇപ്പോൾ നീ എന്നെ ഒന്ന് കഴുകണമേ. 1 യോഹന്നാൻ 1:9 പറയുന്നത് പോലെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ നീതീകരിപ്പാൻ തക്കവണ്ണം, നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. നീതിമാനാകുന്ന ക്രിസ്തു അവൻ്റെ തിരുരക്തവുമായി ഇപ്പോൾ നമ്മുടെ അരികിലുണ്ട്. നമ്മുടെ പാപങ്ങൾ കർത്താവ് കഴുകിത്തരട്ടെ. നമ്മിലേക്ക് തീ അയക്കട്ടെ. ദൈവം കത്തിച്ചു തരട്ടെ. ധ്യാനത്തിങ്കൽ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. ആ തീ വീട്ടിലും നിങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങളുടെ ദേശത്തും കത്തിപ്പടരട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങൾ അളവുകൂടാ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നാഥനെ സ്തുതിക്കുന്നു, നാഥനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ എല്ലാവരുടെയും തലമേൽ ആണിപ്പാടുള്ള കരം വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങൾ കൂടി കാണും വരെയും അവിടുത്തെ കൃപയിൽ പരിപാലിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.